ജ്വല്ലറി മേക്കിംഗ് ഫ്രീ ക്ലാസ് ഡേ 3. ആവശ്യമുള്ള സാധനങ്ങൾ: വൈറ്റ് പേൾ, മിക്സഡ് ബീഡ്, ജംഗ് റിങ്സ്, ഗിയർ വയർ, വാച്ച് ബേസ്. അപ്പോൾ ഗിയർ വയർ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആരുടെ കഴുത്തിലേക്കാണോ വേണ്ടത് അവരുടെ കഴുത്തിൻ്റെ അളവ് എടുത്തിട്ട് അതിൻ്റെ 3 ഇരട്ടിയായിട്ട് ഗിയർ വയർ മുറിച്ചെടുക്കാം. ഇതുപോലെ ഗിയർ വയർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടേക്ക് ജംഗ് റിങ്സ് കോർത്തെടുക്കാം. രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ടല്ല, സെപ്പറേറ്റ് പിടിച്ചിട്ട് ഒന്നിലോട്ടേക്ക് ജംഗ് റിങ്സ് ഇട്ടെടുക്കാം. ഇതേപോലെ ജംഗ് റിങ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ എൻഡ് ഭാഗം ഒരുമിച്ച് പിടിച്ചിട്ട് പേൾ കോർത്തെടുക്കാം. ഇതേപോലെ 2 എൻഡ് ഭാഗവും ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ഒരു 4 or 5 പേൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ 4 or 5 പേൾ കോർത്തെടുക്കുന്നു. ഇതിപ്പോൾ ഇതേപോലെ നമ്മൾ ഒരുമിച്ച് പിടിച്ച് പേൾ കോർത്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ട് 2 പേൾ വീതം കോർത്തെടുക്കുക. 2 ഗിയർ വയറിലോട്ടേക്കും 2 പേൾ വീതം കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ 2 പേൾ വീതം 2 ഗിയർ വയറിലോട്ടേക്കും കോർത്തെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ചെയ്തപ്പോൾ അതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായി. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓറഞ്ച് മേലെയും ഗ്രീൻ താഴെയും വരേണ്ടതിൻ്റെ പകരം നമ്മൾ റിബൺ വെച്ചപ്പോൾ അത് തിരിച്ചു വന്നിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ സമയത്തൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ആർക്കും അങ്ങനെ മാറിപ്പോവാതിരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. പിന്നെ ഇതേപോലെ ഉണ്ടാവും. ഇനി നമ്മൾക്ക് ഒരു ഗിയർ വയറിലോട്ടേക്ക് ഒരു പേൾ മാത്രം കോർത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു പേൾ കോർത്തെടുക്കാം. ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വയർ ഇതിന് മുകളിലൂടെ താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മുകളിലൂടെ താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് 2 വയറിൻ്റെയും എൻഡ് ഭാഗം നമ്മൾ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു ഫ്ലവർ പോലെ കിട്ടും. ഇങ്ങനെ 2 ഭാഗം നമ്മൾ വലിച്ചെടുക്കുന്ന ടൈമിൽ ഫ്ലവർ പോലെ കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 2 വയർ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ 2 പേൾ 2 ഭാഗത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഒരുമിച്ച് പിടിച്ചിട്ട് ഇടാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫ്ലവർ പോലെ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഉള്ള ബീഡൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ സ്റ്റോൺ വെച്ച് കൊടുക്കാം, നമുക്ക് പേൾ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ കളർ വ്യത്യാസമുള്ളപ്പോൾ ഒരു ഫ്ലവർ പോലെ കിടന്നോളും. പിന്നെ ഇനി നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 പേൾ ഒരു ഭാഗത്ത് ഇടുന്നു, 2 പേൾ എതിർഭാഗത്ത് ഇടുന്നു. അപ്പോൾ 2 ഗിയർ വയർ സെപ്പറേറ്റ് ആക്കിയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നു. പിന്നീട് ഒരു ഗിയർ വയറിലോട്ടേക്ക് ഒരു പേൾ ഇടുന്നു. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഓപ്പോസിറ്റുള്ള ഗിയർ വയർ ഇട്ട് കൊടുക്കുന്നു, വലിച്ചെടുക്കുന്നു. ഇതേ മെത്തേഡ് നമ്മൾ 3 or 4 or 5 പ്രാവശ്യം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ളാക്കിയിട്ട് അങ്ങനെ മാത്രം ആക്കിയിട്ടും ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒരു പേൾ ഇട്ട് കൊടുക്കുന്നു. 2 പേളും 2 സൈഡിലും ഇട്ട ശേഷം ഒരു ഗിയർ വയറിലോട്ട് മാത്രം ഒരു പേൾ ഇട്ട് കൊടുക്കുന്നു. ഓപ്പോസിറ്റുള്ള ഗിയർ വയർ അതിൻ്റെ മുകളിലൂടെ താഴോട്ടേക്ക് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക തന്നെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് പോലെ ചെയ്തെടുക്കാം. അതുപോലെ നമ്മളെ മെയിൻ ക്ലാസ്സിലോട്ടേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ മെയിൻ ക്ലാസ്സിലോട്ടേക്ക് ജോയിൻ ചെയ്യാം.
ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് കുറച്ചധികം വർക്കുകൾ നിങ്ങൾക്ക് കിട്ടും ചെയ്യാനും, കുറച്ചധികം മോഡൽസ്, കുറച്ചധികം ഐഡിയാസൊക്കെ കിട്ടും. അത് ചെയ്ത് പഠിക്കുന്നതോടുകൂടി നമ്മൾ ഈ പേൾ വെച്ച് മാത്രമല്ല, നമ്മൾ സ്റ്റോണുകൾ വെച്ചും കുന്തൻ സ്റ്റോണ്, അതുപോലെ തന്നെ പാലക്ക സെറ്റ് അങ്ങനെ ചെയ്യേണ്ടത് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുമോ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒന്നും ഒരു പേടിയും വേണ്ട. കാരണം നമ്മൾ 2ാം ക്ലാസ്സിലത്തെ കുട്ടികൾ മുതൽ 60 വയസ്സുള്ളവർ വരെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും അങ്ങോട്ടേക്കും വരാം. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമ്മൾ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്കൊരു ലോക്കറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലോട്ടേക്കൊരു ലോക്കറ്റ് ഇട്ട് കൊടുക്കും. നിങ്ങൾക്കിങ്ങനെ ലോക്കറ്റ് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ ഇതന്നെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ലോക്കറ്റ് ഇല്ലാതെ ഇനിയിപ്പം നിങ്ങൾക്ക് ലെയർ കോർത്തെടുക്കുകയും ചെയ്യാം. ലോക്കറ്റ് കൊടുക്കണം എന്നില്ല. ഞാനിപ്പോൾ ഇതിനോട്ടേക്ക് ഒരു ലോക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട്, നമുക്കിപ്പോൾ ഇല്ലേ, നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തീം ആയതുകൊണ്ടാണ് നമ്മൾ ഈ തീം തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം കല്യാണത്തിന് ഉപയോഗിക്കാനാണ് ആ ഡ്രസ്സിൻ്റെത്, ഇപ്പം ഓണത്തിനാണെങ്കിൽ ആ ഒരു മോഡൽ നമ്മൾ ഏത് ഡ്രസ്സിനാണെങ്കിൽ അതിന് മാച്ചാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. നമ്മളിപ്പം ഈ കളറ് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഏതിനാണോ ചെയ്യേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ മോഡൽ മാറ്റാൻ. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഈ ഒരു വർക്ക് പഠിക്കുമ്പോൾ ഈ ഒരു വർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിലെ ഐഡിയാസ് ഉള്ളവർക്ക് ഒരുപാട് വർക്കുകൾ കിട്ടും. ഇനിയിപ്പം നമുക്ക് ഇതേപോലെ പേൾ കോർത്തെടുക്കാം. ആദ്യം ഒരു വൈറ്റ് പേൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം മിക്സ്ഡ് ബീഡ് കോർത്ത് കൊടുക്കുന്നു. ഒന്നുമില്ല, രണ്ടും ഒരുമിച്ച് പിടിച്ച് നമ്മൾ ഫസ്റ്റ് ടൈം കോർത്ത പോലെ തന്നെ 2 ഗിയർ വയറും ഒരുമിച്ച് പിടിച്ച ശേഷം മിക്സ്ഡ് ബീഡ് കോർത്ത് കൊടുക്കുന്നു. അതിൻ്റെ ശേഷം ആദ്യം വൈറ്റ് ഇതുപോലെ നമ്മൾ ലോക്കറ്റ് കോർത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ ഇതേപോലെ ഒരു വൈറ്റ് പേളും കൂടെ കോർത്തെടുക്കുന്നു. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലോട്ടേക്ക് മിക്സഡ് ബീഡ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള അത്രയും മിക്സഡ് ബീഡ് കോർത്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പം നമ്മളിങ്ങനെ ഇപ്പം ഫ്ലവറായിട്ട് ചെയ്തതിൻ്റെ പകരം ഒരു ഭാഗത്ത് വൈറ്റും ഒരു ഭാഗത്ത് മിക്സഡ് ബീഡായിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മിക്സഡ് ബീഡ് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും കോർത്തെടുത്ത ശേഷം ഞാനിപ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് വൈറ്റ് പേളും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വൈറ്റ് പേളും ബാക്കി കൊടുത്ത ശേഷം നമുക്ക് ജംഗ് കൂടെ ഇട്ടെടുക്കുക. ആദ്യം ഗിയർ ലോക്ക് ഇടുന്നു, ജംഗ് ഇടുന്നു, ഗിയർ ലോക്ക് ഇടുന്നു, അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇനി കോർത്തെടുത്തിട്ട് വരാം. ഇതേപോലെ ഇനി ഫുള്ളായിട്ട് നമുക്ക് കോർത്തെടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കോർത്തെടുക്കാം. നമുക്ക് ഇതിലിപ്പം ലോക്കറ്റ് കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ലോക്കറ്റ് കൊടുക്കാതെ തന്നെ ഇതിപ്പം നമുക്ക് ആ റൗണ്ട് വരുന്നത് മാത്രമായിട്ട് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ പേള് മാത്രമായിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം മിക്സഡ് ബീഡ് കൊടുത്തു, അതുപോലെ തന്നെ 2 ഗിയർ വയറും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ വൈറ്റ് പേളും കോർത്തെടുത്തു. ഇനി ഇതുപോലുള്ള ഒരു കുഞ്ഞ് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗിയർ ലോക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. നമ്മൾ സിൽവറും അതുപോലെ തന്നെ ഗോൾഡ് കളറും ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സിൽവർ ആയിരിക്കും കിട്ടിയത്. നമ്മൾ കിറ്റ് വാങ്ങിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഗോൾഡ് കളറായിരിക്കാം കിട്ടിയത്. അപ്പോൾ 2 ടൈപ്പും വരുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത ശേഷം അത് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കാം, ആ പേളിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിപ്പോവും. ചെറിയ മുത്തായതുകൊണ്ട് തന്നെ പേളിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിപ്പോവും. എന്നിട്ട് ഇതേപോലെ പേളിൻ്റെ അടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഗിയർ ലോക്കിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തോട്ടേക്കും വരുന്ന രീതിയിൽ നോസ് പ്ലെയറിൻ്റെ പല്ല് വെക്കുക. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതവിടെ ടൈറ്റായിട്ട് നിന്നോളും. നമ്മളിപ്പോൾ 2 ഗിയർ വയർ ഇട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗിയർ വയർ ആണെങ്കിൽ നമ്മൾ ആ ഗിയർ വയർ തന്നെ നമ്മൾ ഗിയർ ലോക്കിലോട്ടേക്ക് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം ഒരു ഗിയർ വയറിലോട്ടേക്ക് നമുക്ക് ജംഗ് റിങ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇതിൻ്റെ അപ്പുറത്തോട്ടേക്ക് അന്നേരം ജംഗ് റിങ്സ് പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ജംഗ് റിങ്സ് ഇട്ട് കൊടുക്കാം.
ജങ്ക് റിങ്സ് ഒരു കറക്റ്റായിട്ട് നിൽക്കുകയും കൂടി ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇല്ലെങ്കിൽ നമ്മൾ ഗിയർ വയറിൽ മാത്രമാകുമ്പം അത് അത്രയും കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് പിടിച്ച ശേഷം ജങ്ക് റിങ്സ് ഇട്ടിട്ട് ഇത് രണ്ടും ഒരുമിച്ച് പിടിച്ച ശേഷം ഇതേപോലെ ആദ്യം ഒരു ഗിയർ ലോക്ക്, കുഞ്ഞതാണ്, അത്രയും ചെറുതാണ് ഗിയർ ലോക്ക്, അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോസ് പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് വരുന്ന ഭാഗം ഇനി മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. മുറിച്ചതിൻ്റെ ശേഷം ചെറിയൊരു പീസ് ബാലൻസ് വരുമല്ലോ, അപ്പോൾ അത് നമ്മൾ ഗിയർ ലോക്ക് തന്നെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കഴുത്തിലോട്ടേക്ക് കൊള്ളും. പിന്നെ നമ്മൾ ഗിയർ ലോക്ക് തന്നെ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതൊന്നും കൂടെ കറക്റ്റായിട്ട് നിന്നോളും, ഒന്നും കൂടെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് എത്രയുണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്ത ശേഷം ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ ബാലൻസ് എത്രയുണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഗിയർ ലോക്ക് ഇടാം, പക്ഷെ അത് ഓവർ ആകുമ്പോൾ അത് ബോറായിട്ട് തോന്നും. അപ്പോൾ ബാലൻസ് വരുന്നതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ബാക്ക് ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ബാക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് ചെയിൻ കൊടുക്കാം. നമ്മൾ സാധാരണ മാലയിൽ ഉപയോഗിക്കുന്ന ചെയിൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ബാക്കിലോട്ടേക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് നമ്മൾ കഴുത്തിൻ്റെ ബാക്ക് വരെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് എസ്കോളത്തോ നെക്ലിസ് കൊളത്തോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ബാക്ക് ത്രെഡ് കൊടുക്കാം. ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിലോട്ടേക്ക് ഫസ്റ്റ് ഇട്ടിട്ടുള്ള ജങ്ക് റിങ്സ് ഒന്ന് ലൂസാക്കി എടുക്കുക. അതൊന്ന് അകത്തി കൊടുത്തിട്ട് അതിലോട്ടേക്ക് ഈ മാലൻ്റെ ബാക്ക് ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജങ്ക് റിങ്സ് അകത്തിയെടുത്ത ശേഷം നോസ് പ്ലെയർ വെച്ച് അകത്തിയെടുത്ത ശേഷം മാലൻ്റെ ബാക്ക് ത്രെഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ത്രെഡ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ നമ്മൾ അതിനെ ടൈറ്റ് ചെയ്യുന്ന ഒരു പേൾ ഉണ്ടാവും, അതൊന്ന് ബാക്കോട്ടേക്ക് നീക്കി കൊടുക്കുക. അങ്ങനെയാണ് നമുക്കത് ഇട്ടെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ബാക്ക് ത്രെഡ് ഒന്ന് ജങ്ക് റിങ്സിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ജങ്ക് റിങ്സ് നോസ് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് മാലൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും കൂടി ചെയ്തെടുക്കാം. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് മാലൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും കൂടി ചെയ്തെടുക്കാം. ഇവിടെയും കൂടി അതേപോലെ നമ്മളിപ്പോൾ അപ്പുറം ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഇതേപോലെ ഇനി വേണമെങ്കിൽ ഇതേപോലുള്ള ഹോൾ സ്റ്റോൺ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പകരം പേളോ വേറെ എന്തെങ്കിലും സ്റ്റോണോ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കാണാൻ ഭംഗി കൂടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കൂടെ കൊടുക്കാം. ഒന്നുമില്ല, നമ്മുടെ ഗമ്മില്ലേ, ഗമ്മ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കും മാത്രമേ വേണ്ടുള്ളൂ. ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പേളോ അതുപോലെ തന്നെ സ്റ്റോണുകളുണ്ടാവും. ഹോൾ സ്റ്റോണാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നത്. അതല്ലാതെ തന്നെ കുറേ സ്റ്റോണുകളുണ്ടാവും, പിന്നെ കട്ട് ബീഡുകളുണ്ടാവും. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. കഴുത്തിലിടുമ്പോൾ ഒന്നും കൂടെ എടുത്ത് കാണിക്കും. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം കമ്മൽ സ്റ്റഡ് ഉണ്ടെങ്കിൽ അതിലോട്ടേക്കും അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്മലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്ര തന്നെ. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ വാച്ചാണ് ചെയ്യുന്നത്. വാച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഇപ്പം ജങ്ക് റിങ്സ് കോർത്തെടുത്തതിൻ്റെ പകരം നമ്മൾ ഈ വാച്ചിൻ്റെ ബേസ് കോർത്തെടുക്കുന്നു. അതിൻ്റെ ശേഷം നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തെടുത്ത പോലെ തന്നെ ഫ്ലവർ ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഞാനിപ്പം ഇതേപോലെ പേളിങ്ങനെ കോർത്തെടുക്കും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കും. ഇപ്പോൾ പേളിങ്ങനെ ഒരു ഭാഗത്ത്, ഇതിപ്പോൾ പേള് നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്ന പോലെ തന്നെ
നമുക്ക് വേണമെങ്കിൽ 2 ഭാഗത്തും പേളാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിനിനെ 2 ഭാഗത്തും, ഇപ്പം ഇതിൽ 2 ഭാഗത്തും ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ 2 ഭാഗത്തും ചെയിൻ തന്നെ ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതാ നമ്മൾ നേരത്തെ മാലയിലോട്ടേക്ക് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു, ജംഗ് ഇട്ട് കൊടുക്കുന്നു. 2 ലെയറും സെപ്പറേറ്റ് ആക്കിയിട്ട് ജംഗ് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു, ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു, എൻഡ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത്ര തന്നെ വരുന്നുള്ളൂ. ഇനി ഇതാ ഇത് 2 ഗിയർ വയറല്ലേ ഉണ്ടാവുക, ഒരുമിച്ചല്ലേ ഉണ്ടാവുക. അത് വേറെ വേറെ തന്നെ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ ജംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഗിയർ വയറിൽ മാത്രമല്ല, നമുക്ക് ഇലാസ്റ്റിക് വയർ, അതുപോലെ തന്നെ നൈലോൺ ത്രെഡ്, ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ചെയ്തെടുക്കുന്ന ആ മോഡൽ തന്നെ ഇതും ചെയ്യാൻ പറ്റും. ചെയിനൊക്കെ കൊടുത്ത് ഇടയിൽ നമ്മൾ ഇതിൻ്റെ ലോക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാൻ പറ്റും. വാച്ചും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വാച്ച് നമ്മൾക്ക് കയ്യിലിടുന്ന മാത്രമല്ല, നമ്മൾ മാലേൻ്റെ അതേ ഇതിൽ ചെയ്താൽ നമുക്ക് മാല എത്രയാണോ വേണ്ടത് ആ ഒരു അളവിൽ ചെയ്താൽ ഇത് മാലയാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ശേഷം ഞാൻ ഓപ്പോസിറ്റ് ഞാൻ ഇത് ചെയിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇതുപോലെ കൊടുക്കാം, അല്ലെങ്കിൽ 2 ഭാഗത്തും ചെയിൻ കൊടുക്കാം. പിന്നെ നമ്മളിപ്പം ജ്വല്ലറി മേക്കിങ്ങിൻ്റെയൊക്കെ ഒരു മോഡൽ നമ്മൾ പഠിച്ചെടുത്താൽ തന്നെ നമുക്കതിൽ വ്യത്യസ്തമായിട്ടുള്ള മോഡൽസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ മാല ചെയ്തില്ലേ, മാല ചെയ്ത അതേപോലെ തന്നെ വൺ സൈഡ് നമ്മൾ ആ ഒരു ലെവലിൽ ആ ഒരു ഫ്ലവർ മോഡലും ചെയ്ത് ഒരു ഭാഗത്ത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആ ഒരു തീമിലും ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലുള്ള ജംഗ് കൊടുക്കുന്നുണ്ട്. ജംഗ് ഒന്ന് അകത്തി കൊടുക്കുക, നോസ് പ്ലെയർ വെച്ച് അകത്തി കൊടുക്കുക. പിന്നെ ജംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മളത് നോസ് പ്ലെയർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കാരണം നോസ് പ്ലെയർ വെച്ചിട്ട് ഇത് ടൈറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ നോസ് പ്ലെയർ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ജംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയിൻ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് നാത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ വേണ്ട. നമ്മൾ എത്രയാണോ പേളിൻ്റെ അളവ് എടുത്തത് ആ ഒരു അളവിൽ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരു കുട്ടികളുടെയൊക്കെ കയ്യിൽ കണക്കായിട്ട് എടുത്തിട്ട് അതേ അളവിൽ തന്നെ നമ്മൾ ചെയിൻ ചെയ്തെടുത്ത് നാത്തില്ലാതെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയിൻ കുറച്ച് അധികം എടുത്താൽ മതി. ഞാൻ ഇത്രയും ചെയിൻ എടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയിൻ കുറച്ച് അധികം ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എസ്കോളത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം ഇതെടുത്തിട്ടില്ല, കുറച്ച് അധികമായിട്ട് ചെയിൻ എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് അതിലോട്ടേക്ക് നെക്ലേസ് കൊളത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എസ്കോളത്ത് ഇട്ട് കൊടുക്കാം. എസ്കോളത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇനി ചെയിനിലോട്ടേക്ക് ജംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വലിയ ഹോളുള്ള ചെയിനാണ്, അതുകൊണ്ട് തന്നെ ജംഗ് ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലോട്ടേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ മെയിൻ ക്ലാസ്സിലോട്ടേക്ക് ജോയിൻ ചെയ്യാം. അതിൽ നമുക്ക് ഒരുപാട് മോഡൽസ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ഞാനിപ്പോൾ ഈ ഒരു തീം ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക്
നമ്മൾ എങ്ങനെയാണോ ഏത് പേളാണോ എടുക്കുന്നത് ആ ഒരു ഇതിലെടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഐപ്പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ആ ചെയിൻ്റെ എൻഡ് ഭാഗത്ത് ഇട്ടിട്ട് ഐപ്പിന്നൊന്ന് നോസ് പ്ലെയർ വെച്ച് വളച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ശരിക്കും ഈ പേളിനെക്കാട്ടി ഒന്നും കൂടി ഇതൊരു ചക്രം മോഡലല്ലേ വരുന്നത്, ബട്ടൺസ് മോഡൽ. അപ്പോൾ അതിനെക്കാട്ടി ഒന്നും കൂടെ കാണാൻ ലുക്ക് ഉണ്ടാവുക നമ്മൾ റൗണ്ട് പേൾ എടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് പേൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൽ ഈ നാത്ത് പോലെ വേണ്ടാന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കറക്റ്റായിട്ട് കയ്യിൽ കറക്റ്റായിട്ട് തന്നെ മുറിച്ചെടുക്കാം. അതെല്ലാം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേളാന്ന് 2 ഭാഗത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക, ചെയിനാന്ന് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്കത് ഒന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നമ്മുടെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഫ്രീ ക്ലാസ്സുകൾ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്ത വർക്കുകൾ, ഫോട്ടോസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തരണം.